എങ്ങനെയെങ്കിലും ഈ ഡിവോഴ്സ് നടന്നേ പറ്റൂ. അതിനിടയിൽ ഈ വെഡ്ഡിങ് ആനിവേഴ്സറി ഫംഗ്ഷൻ നടക്കാൻ പാടില്ല. ഇപ്പോൾ അല്പമെങ്കിലും ജീവിതം എൻ്റെ കയ്യിൽ ബാക്കിയുണ്ട്. അതും കൂടി കൈവിട്ടു പോയാൽ പിന്നെ ഞാൻ ഉണ്ടാവില്ല. നമ്മൾ അലങ്കാരങ്ങളൊക്കെ നടത്തിയിട്ട് നന്ദേട്ടൻ വരുമല്ലോ അല്ലേ? നന്ദേട്ടൻ രാവിലെ പോയതല്ലേ, ആളുടെ ഒരു വിവരവും ഇല്ല. ഇതൊക്കെ വേസ്റ്റ് ആവുമെന്ന എന്റെ പേടി. ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? നന്ദേട്ടൻ വരും. വെഡിങ് ആനിവേഴ്സറി ആഘോഷം നടക്കുകയും ചെയ്യും. എന്താ നിങ്ങൾ തമ്മിലൊരു സംസാരം? ഒന്നുമില്ല അച്ഛാ, കേക്ക് ഇതുവരെ കൊണ്ടുവന്നില്ലല്ലോ എന്ന് പറയായിരുന്നു. ഞാൻ ഷോപ്പിലേക്ക് വിളിച്ചിരുന്നു. അവരവിടുന്ന് കേക്ക് കൊടുത്തു വിട്ടിട്ടുണ്ട്. ആ ദേ കേക്ക് വന്നെന്ന് തോന്നുന്നു. അനക്കെ മോള് പോയി അതിങ്ങ് വാങ്ങിച്ചോണ്ട് പോരെ. താങ്ക് യു. വെൽക്കം. ആ ഞാനിത് അവരോട് പ്രത്യേകം പറഞ്ഞ് ചെയ്യിച്ചതാ. നിങ്ങൾ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്ക, ഞാനിപ്പോ വരാം. നീ ഇതുവരെ റെഡിയായില്ലേ? നന്ദനിപ്പോ എത്തും. നീ പോയി വേഗം റെഡിയായി വാ. അച്ഛൻ ഈ ആഘോഷങ്ങളൊക്കെ ഒരുക്കുന്നത് വെറുതെ ആണെന്ന് എനിക്ക് തോന്നുന്നേ. അതെന്താ? നന്ദേട്ടൻ ഇതുവരെ ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. അച്ഛൻ പറഞ്ഞ വാക്കിന് എന്തെങ്കിലും ഒരു വില കൽപ്പിച്ചിരുന്നെങ്കിൽ നന്ദേട്ടൻ ഇന്ന് ഓഫീസിൽ പോവായിരുന്നോ? ചെറിയ കുട്ടികളാണെങ്കിൽ ശാസിക്കാം, കുറച്ചുകൂടി വലിയ കുട്ടികളാണെങ്കിൽ തല്ലാം. പക്ഷേ ഇത് അച്ഛനോടം വളർന്ന ആൺമക്കളാ. അവർക്ക് അവരുടേതായ തീരുമാനങ്ങളുണ്ടാവും. എന്നാലും എന്റെ തീരുമാനം ഇതുവരെ എന്റെ 3 ആൺമക്കളും തെറ്റിച്ചിട്ടില്ല. അതുകൊണ്ട് അവൻ വരുമെന്ന് തന്നെയാ എന്റെ വിശ്വാസം. നീ വേഗം റെഡിയായി വാ, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. പാവം, അച്ഛൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് നന്ദേട്ടൻ വരുന്ന. പക്ഷെ എനിക്കറിയാം അയാൾ വരില്ല. എന്നേക്കാ പ്രിയമുള്ള മറ്റു പലതും ഉണ്ട്. അയാൾ വന്നില്ലേലും ഞാൻ റെഡിയാവും, നല്ലതുപോലെ അണിഞ്ഞൊരുങ്ങും. അയാൾ വരാതെ ഈ ചടങ്ങ് മുടങ്ങിയാ അതിൻ്റെ പേരിൽ എനിക്കൊരു രക്തസാക്ഷി പരിവേഷം കിട്ടും. അത്രയും മാത്രം മതി എല്ലാവരുടെയും മുൻപിൽ എനിക്ക് അയാളെ ജയിക്കാൻ.